ഇതെന്തെന്നറിയോ, മന്ത്രി സമരങ്ങളൊന്നും ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടാണ്, ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വരാത്തത് കൊണ്ടാണ് മന്ത്രിക്ക് ഇതെല്ലാം ഒരു വലിയ ഭീകരമായിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നത്. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലോ യുവജന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊന്നും കടന്നു വന്നില്ല. ചാനൽ അവതാരകയായി അവിടെ നിന്ന് നേരെ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, മത്സര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിനുശേഷം മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇത്തരം സമര രീതികളെ പറ്റിയൊന്നും അവർക്ക് പരിചിതമല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഈ പറയുന്ന മുൻകാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് മന്ത്രിക്ക് വ്യക്തമാക്കും. അല്ലാണ്ട് മന്ത്രി ഞങ്ങൾക്ക് പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ സമരത്തിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗരേഖയൊന്നും തരേണ്ട കാര്യമില്ല. അത് ഞങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ പ്രതിഷേധിക്കണമെന്നും ആ പ്രതിഷേധത്തിൻ്റെ അതിർവരുമ്പ് എവിടെ വരെ എത്തണമെന്നതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ സമരത്തെ വക്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മന്ത്രിയുടെയും സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുഴുവൻ ജില്ലകളിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഏത് തരത്തിൽ അല്ലെങ്കിൽ ഏത് പരിധി വരെ സമരം പോകാം എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം നൽകി. അത് മാത്രമാണ് ഇവിടെ കണ്ണൂരിൽ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വീണ ജോർജ് ഈ പറയുന്ന റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പിറ്റേ ദിവസം മുതൽ വീണ്ടും ഞങ്ങളുടെ പ്രതിഷേധ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സർക്കാരിനെതിരെ അത് ഞങ്ങളുടെ KSUവിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മാത്രം പ്രതിഷേധമല്ല, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ രോക്ഷമാണ് ഞങ്ങൾ ഈ കരിങ്കൊടി സമരത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ മാർഗ്ഗങ്ങളിലൂടെയല്ല ഞങ്ങൾ പ്രതിഫലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചതാണ്. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ലല്ലോ, സംസ്ഥാന വ്യാപകമായി ഏതെല്ലാം ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം ഞങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഇത് റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത് ആദ്യമൊന്നുമല്ല. ഇതിനു മുൻപ് 2001 ഈ പറയുന്ന UDF-ൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്ത് അന്നത്തെ മന്ത്രിയായിരുന്ന KV തോമസിന് നേരെ ഈ പറയുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ളൂ അന്ന് കരിയോലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എന്നിട്ട് ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്ന CPM-ൻ്റെ ആളുകളെല്ലാം പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇതെല്ലാം ആദ്യമായിട്ടുള്ളൊരു സമരമുറയാണെന്ന്. അപ്പം അതുകൊണ്ട് തൽക്കാലം CPM-കാരുടെയോ അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിൻ്റെ ഒന്നും ക്ലാസിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. മന്ത്രി എന്ന് പുറത്തിറങ്ങും അന്ന് മുതൽ വീണ്ടും ഞങ്ങൾ ഈ പ്രതിഷേധ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കൂടുതൽ തീവ്രതയുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.